സഹസ്രാബ്ദങ്ങളുടെ പഴക്കവും ദൈർഘ്യവും നവീനതയുമുള്ള ഇന്ത്യൻ സാരിയുടെ പൊതുസ്ഥലിയിൽ പുതുതായി എഴുതി ചേർക്കപ്പെട്ട കാലത്തിൻ്റെ അടയാള ചിത്രം ശ്രീമതി ബീന കണ്ണനുമായുള്ള അഭിമുഖ സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക്. നാലായിരം കൊല്ലത്തിൻ്റെ കാലഭേദങ്ങൾ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ എല്ലാ ജനപദങ്ങളിലും പരകോടി സാരികൾ വിവിധ രീതികളിൽ, വ്യത്യസ്ത വർണ്ണങ്ങളിൽ, രൂപകൽപ്പനകളിൽ, കലാഭാവഭേദങ്ങളിൽ വിടർന്നാടി തിരശീലക്ക് മുന്നിൽ പോയി. ഇതെല്ലാം അന്വേഷിച്ച ഒരു വനിത ഇത്രയൊക്കെ ഗവേഷണം നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കി സാരി ബിസിനസ് നടത്തണമെന്ന് ഒരു ബിസിനസ് മാനുവലും ഉപദേശിക്കുന്നില്ല. എന്താണ് പ്രചോദനം? ബിക്കോസ് എങ്ങനെയും ഷീമാട്ടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു വലിയ ഒരു ഫോഴ്സാണ് എന്നെ മുന്നിലേക്ക് കൊണ്ടുപോയത്. സോ ആ കടയോടുള്ള എൻ്റെ വളരെ മനഃപൂർവ്വമായ സാമീപ്യം, എങ്ങനെയെങ്കിലും ഷീമാട്ടി നന്നായി മുന്നോട്ട് പോകണം. ബിക്കോസ് ചെറുപ്പം തൊട്ടേ അച്ഛൻ അതിലേക്ക് തൻ്റെ മനസ്സും ശരീരവും മുഴുവനാടുകൂടി അർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് സെൽഫോണുകളില്ല, ഒന്നുമില്ല. സോ അത്രയധികം ദ്രാഢ്യത്തോടു കൂടിയും കഷ്ടപ്പെട്ടും, 1 രൂപ പോലും ഇല്ല, 1 ലക്ഷം രൂപ ചോദിച്ചാൽ ബാങ്കുകാരൻ വായ്പ തരാനില്ല. അങ്ങനെയുള്ള സമയങ്ങളും വായ്പ കൊണ്ട് ബുദ്ധിമുട്ടിയ സമയങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു ഷീമാട്ടിയെ വളരെ സ്ട്രോങ് ആയി കരുത്തോടുകൂടി ആക്കി തീർക്കണം, വളരെ കരുത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനം ചെറുപ്പത്തിലെ മുന്നിലുണ്ടായിരുന്നു. അത് പിന്നെ കണ്ണൻ പോയ ശേഷം അത് പൂർവാധികം ശക്തമായി പ്രചോദനത്തോടുകൂടി പുറത്തു വന്നു. ആൻഡ് ദെൻ അത് കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പും വളരെയധികം സൂക്ഷിച്ചും പേടിച്ചും ആണ് മുമ്പോട്ട് വെച്ചത്. ബിക്കോസ് ഫിനാൻസ് സാമ്പത്തികം എൻ്റെ കൂടെ ആയിരുന്നില്ല. വളരെയധികം കടങ്ങളുണ്ടായിരുന്നു. ബിസിനസ്സിൽ നിന്നുണ്ടാക്കിയ പൈസ കൊണ്ട് വളരെ ചെറുതായി ഓരോന്നും ചേർത്ത് വെച്ച്, കാക്ക വെള്ളത്തിൽ കല്ലിടുന്ന പോലെ ചേർത്ത് വെച്ചാണ് ഓരോ കാൽവെപ്പും കാൽച്ചുവടും ഞങ്ങളുടെ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ അവിടുന്ന് ഇവിടുന്നും ഫൈനാൻസ് വന്നു എന്നുള്ള സ്ഥിതിവിശേഷമല്ല. സോ ഇങ്ങനെ വളരെ പതുക്കെ കാശ് സമ്പാദിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൺസ്ട്രക്ഷൻ പലപ്പോഴും ടെമ്പിൾ ഓഫ് സിൽക്സ് എന്ന് പറയുന്ന സാരി വിഭാഗത്തിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ നിർമ്മാണം പലപ്പോഴും അച്ഛൻ 10 പ്രാവശ്യം നിർത്തിവെച്ചിട്ടുണ്ട്. വളരെ പരിമിതമായി, വളരെയധികം പരിമിതമായി പേടിച്ചാണ്. ഒരു 3-4 കൊല്ലം പേടിയാണ് ഡ്രൈവിംഗ് ഫാക്ടർ. അപ്പോൾ അവിടെ ഞാൻ നിൽക്കണമല്ലോ, ഞാൻ കാണണമല്ലോ. സോ ഈ ഭർത്താവ് മരിച്ച പിറ്റേ ദിവസം ഞാൻ 3-ാം പക്കം കടയിലെത്തി. ഭർത്താവ് മരിച്ച് 3-ാം പക്കം കടയിലെത്തി. 8-ാം പക്കത്തെ വിശേഷം കഴിഞ്ഞ് ഞാൻ കാറിൽ കയറുമ്പോൾ എൻ്റെ കസിൻ സമ്മതിച്ച് തന്നിരിക്കുന്നു ബീന എന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന എന്നോട് എൻ്റെ അമ്മാവൻ്റെ മോള് പറഞ്ഞാണ് അന്ന് വിട്ടത്. സോ കടയിലെത്തി 3-ാം പക്കം. കടയിലുള്ള എല്ലാവർക്കും തടി മീശയൊക്കെയാണ്. ഞാൻ കൂൾ. ഓരോരുത്തർ വന്ന് ദുഃഖമന്വേഷിക്കാൻ പലരും വന്നിരുന്നു. അപ്പം ഓരോരുത്തർ മുഖത്ത് നോക്കുന്ന കണ്ടാൽ ഞാനൊന്ന് അഭിനയിച്ചോട്ടെ, ഇങ്ങനെ നോക്കും, ലൈക്ക് ഈ സ്ത്രീ ഇതെങ്ങനെ ഇത് കൊണ്ടുപോകാൻ പോകുന്നു, തീർന്നു ഷീമാട്ടിയുടെ കഥ എന്നുള്ള മാതിരി അങ്ങനെ നോക്കിപ്പോയവരുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ വളരെ അടുത്തറിയില്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവഭേദം മനസ്സിലാക്കാനുള്ള ഒരു മനസാന്നിധ്യം എനിക്കപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ നോക്കി, ഓക്കെ മിസ്റ്റർ, ഇറ്റ്സ് എ സർ നെയിം, ഓക്കെ മിസ്റ്റർ ജോസ്, വെറുതെ പറയുന്ന പേരാണിത്, താങ്കൾ എന്തുദ്ദേശിച്ചാണ് ഈ നോട്ടം എന്നതിനുത്തരം എൻ്റെ മനസ്സ് അന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. എന്തേ ഇതോടുകൂടി ഞാൻ തീർന്നു എന്താണോ താങ്കൾ വിചാരിക്കുന്നത്? അതിൽ കൂടുതൽ പറയാനോ ചിന്തിക്കാനോ തീർപ്പ് കൽപ്പിക്കാനോ ഞാൻ ഒരുങ്ങിയിരുന്നില്ല. എൻ്റെ മനസ്സ് സന്നദ്ധമായിരുന്നില്ല. സോ അതും എൻ്റെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു.
ഇതിനിടയിൽ സ്വന്തം ഹോബികൾ സംഗീതം, നൃത്തം, വയലിൻ വായന, പാചകം, ഉദ്യാനപാലനം, ഗാർഡനിങ്ങിന് ഒരു മലയാളം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാണ്, ഇൻറ്റീരിയർ ഡിസൈൻ, ഇതൊക്കെ ഹോബികൾ. 44-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ശാസ്ത്രീയ നൃത്തത്തിൻ്റെ അരങ്ങേറ്റം. മേ ബി ട്രൂ, 42. ആ പ്രായത്തിൽ അരങ്ങേറ്റം നടത്താൻ ബിസിനസ് രംഗത്ത് ശോഭിക്കുന്ന, അവിടെ ധാരാളം തിരക്കുകളുള്ള ഷീമാട്ടിയുടെ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ CEO, അതിൻ്റെ ലീഡ് ഡിസൈനർ എങ്ങനെ സമയം കണ്ടെത്തി? എന്തെങ്കിലും ഒരു ഹോബി, അത് സ്വിമ്മിങ് ആയിരിക്കാം. ഒരു 35 വയസ്സ് കഴിഞ്ഞ് കണ്ണൻ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ സ്വിമ്മിങ് പഠിച്ചു. മോനെ വിളിച്ചിട്ട് ഐ വാസ് ലേണിംഗ് സ്വിമ്മിങ് ദെൻ. ബിക്കോസ് ഈ 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ ഇങ്ങനെ നോക്കിയിരുന്നാൽ അദ്ദേഹം ദേഷ്യപ്പെടുമ്പോൾ അതിനൊപ്പം എനിക്ക് റിയാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ മിണ്ടാതിരിക്കണമെങ്കിൽ ഞാൻ റിലാക്സ്ഡ് ആയിട്ട് വന്നാലേ എനിക്ക് ആ ഒരു ചുറ്റുപാട് ഡീസൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഒക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വിമ്മിങ് ക്ലാസ്സസ്, എൻ്റെ മോനെ വലിച്ചിട്ട് സ്വിമ്മിങ് ക്ലാസ്സസിന് പോകുമായിരുന്നു വെൻ ഐ വാസ് ഇൻ ചെന്നൈ. അത് കഴിഞ്ഞ് ബാക്കി പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു കോട്ടയത്ത് പോയിട്ട്. അതേമാതിരി തന്നെ ഡാൻസ് വാസ് അനദർ ഹോബി. എൻ്റെ മനസ്സ് വളരെയധികം കൺട്രോളിൽ നിർത്താനായിട്ട് എന്നെ സഹായിച്ചത് ഡാൻസ് ആസ് എ ഹോബി. അത് എനിക്കൊരു സന്തുലനം വരണമെങ്കിൽ ഡാൻസ് വേണം. രാവിലെ എണീറ്റ് എന്തെങ്കിലും എക്സസൈസ് മതി, പക്ഷേ ഡാൻസ് പോലെ ഒത്തിരി ഞാനും ഇപ്പോഴാണ് കുറച്ച് സ്ലോ ഡൗൺ ബിക്കോസ് ഓഫ് മൈ ഫിസിക്കൽ കണ്ടീഷൻസ്. പക്ഷേ ആ ഒരു രാവിലെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ദിവസം കിട്ടിയാലേ എനിക്ക് അന്ന് എന്ത് തന്നെ സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവുമല്ല. മൈ ബോഡി ഈസ് ഗുഡ്, മൈ മൈൻഡ് ഈസ് അണ്ടർ കൺട്രോൾ. ആരെന്ത് പറഞ്ഞാലും ഐ എം കൂൾ, കളക്റ്റഡ്. അപ്പം എവിടെയും അധികം ദേഷ്യം വരാതിരിക്കാനും വളരെ സന്തുലിതമായി മുമ്പോട്ട് പോകാനും ഒക്കെ ആയതും അതിന് സഹായകരമായതും ആണ് ഡാൻസ്. വളരെ കുട്ടിക്കാലത്ത് തന്നെ ഈ നൃത്ത രൂപങ്ങളിലൊക്കെ താല്പര്യമുണ്ടായിരുന്നോ? ഇത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് ശരീരഭാഷ അഥവാ ബോഡി ലാംഗ്വേജ്. വിവരണത്തിനിടയിൽ ജീവിത മുഹൂർത്തങ്ങളുടെ സാധാരണത്വത്തെക്കുറിച്ചും അസാധാരണത്വത്തെക്കുറിച്ചും വിവരിക്കുന്നതിനിടയിൽ പോലും അങ്കുലി ചലനങ്ങൾ ഒരു നർത്തകയുടെ ഒതുക്കത്തിലും അതോടൊപ്പം തന്നെ പ്രകടനാത്മകതയിലുമായിരുന്നു എന്ന് ഞാൻ നോക്കിക്കണ്ടു. അതുകൊണ്ട് ചോദിച്ചതാണ്. ചെറുപ്പം തൊട്ട് തന്നെ നൃത്തത്തിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അച്ഛനോട് ഞാൻ ചോദിച്ചിരുന്നു നൃത്തം പഠിച്ചോട്ടെ എന്ന്. നീ പഠിക്കുമോ, നീ നൃത്തമൊക്കെ ചെയ്യുമോ എന്നായി അദ്ദേഹത്തിൻ്റെ ചോദ്യം. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നൃത്തം പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. ചെലപ്പ മാസ്റ്ററായിരുന്നു അത് തുടങ്ങി തന്നത്. അപ്പോൾ ഡ്യൂ ടു ഹെൽത്ത് റീസൺസ് കിഡ്നി യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരികയും കിഡ്നി വാസ് നോട്ട് സപ്പോർട്ടീവ്. അതുകൊണ്ട് അത് നിർത്തേണ്ടി വന്നു. പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. വളരെ ആ ഒരു ആഗ്രഹം മനസ്സിൽ നന്നായി ഉണ്ടായിരുന്നു. തിരുവാതിര അതുപോലെയുള്ള കലാരൂപങ്ങൾ ക്ലബ്ബിൽ എല്ലാവരെയും പഠിപ്പിക്കാനും ലീഡ് ചെയ്യുന്നതും ഒക്കെ തന്നെ ഞാനായിരിക്കും. 10-15 ദിവസം ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ കാല് വെക്കുന്നവരാ, അടി ഇവിടെയും ചുവട് ഇവിടെ ആയിരിക്കും. സോ അവരെ നമ്മൾ ചുവട് വെക്കാൻ പഠിപ്പിക്കണം. ആ ഒരു ഈ ബീറ്റിൽ ചുവട് വെക്കുക എന്നുള്ളത് പഠിപ്പിക്കുന്നത് തന്നെ ഒരു ജോലിയായിരുന്നു. വെക്കില്ല ബീറ്റിന് കാല്, ബീറ്റ് അവിടെയും കാലിവിടെയും. സോ അങ്ങനെ അവരെ 10-15 ദിവസം ട്രെയിൻ ചെയ്ത് സാധാരണ ഒരു തിരുവാതിര കളി ഓണസമയത്ത് പ്രദർശിപ്പിക്കുക, ഇതൊക്കെ എപ്പോഴും തന്നെ എൻ്റെ ബ്ലഡിൽ ഉണ്ടായിരുന്നു. സോ പിന്നെ ഈ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാൻസിന് ഈ പ്രായം എന്നുള്ളത് വളരെയധികം മുഖ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സംഗീതം പോലെയല്ല എന്നുള്ളതുകൊണ്ട് ഇനി പറ്റിയില്ലെങ്കിലോ എന്നുള്ള ഒരു ഇതിന് ഞാൻ സ്റ്റേജിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷേ ചെയ്തു. എന്നെ തന്നെ പ്രൂവ് ചെയ്യണം, ഞാൻ ആരാണെന്ന് തന്നെ സിൽക്ക് സാരിക്ക് മനസ്സിലാവണം എന്നുള്ളൊരു സമയം. സോ അങ്ങനെ ആണ് ഈ സിൽക്ക് സാരി ലോങ്ങസ്റ്റ് ഇതിലേക്ക് വരാൻ സാധിച്ചത്. ഷീമാട്ടിയുടെ തിരക്ക് പിടിച്ച സെയിൽസ് ഇടനാഴികളിൽ അല്ലെങ്കിൽ സിലക്ഷൻ പ്ലാറ്റ്ഫോമുകൾ എന്താണ് പറയേണ്ടത് എന്നറിയില്ല, അതിൻ്റെ ടെക്നിക്കൽ ലാംഗ്വേജ്, സാങ്കേതിക ഭാഷ, ഗദ്ദി ടേബിൾ, ഗദ്ദി കൗണ്ടർ, ഇവിടെയൊക്കെ തീർച്ചയായും കല്യാണ സാരികളൊക്കെയാണ് ബീന സ്പെഷ്യലൈസ് ചെയ്ത ചില പ്രത്യേക ഘട്ടങ്ങൾ. കണ്ടിട്ടുണ്ട് ചിത്രങ്ങൾ, ആ പുസ്തകത്തിലും ആ ചിത്രങ്ങളുടെ ചില പകർപ്പുകൾ കണ്ടു. അതായത് സാരിക്ക് വേണ്ടിയും മറ്റ് വസ്ത്രങ്ങൾക്ക് വേണ്ടിയും അവിടെ എത്തുന്ന യുവതികൾ
നാളെ വിവാഹ പന്തലിലേക്ക് പോകേണ്ടുന്ന നവവധുമാർ, ഇവരെയൊക്കെ പിന്നെ പൂർണ്ണകായ കണ്ണാടിക്ക് മുമ്പിൽ നിർത്തിക്കൊണ്ട് പലപ്പോഴും മുട്ടിൽ കുനിഞ്ഞു നിന്ന് ഈ രൂപത്തിന് ഇണങ്ങിയ വസ്ത്രം എന്താണ് എന്ന് അവരെ ധരിപ്പിക്കുകയും അത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കാണുകയും ചെയ്യുമ്പോൾ ഒരു നൃത്തശില്പത്തെ അണിയിച്ചൊരുക്കുന്ന ഒരു കൊറിയോഗ്രാഫറുടെ ഉത്സാഹം പക്ഷേ മുഖത്ത് ആ ചിത്രങ്ങളിൽ കണ്ടു. ഇതെല്ലാം ഒരു പ്രത്യേകതരം ചേരുവകളായിട്ടാണ് തോന്നുന്നത്. യെസ്, ഞങ്ങളുടെ അതേക്കുറിച്ച് കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. ഞങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റിൽ മിക്കവാറും ഒരു 99.9% എല്ലാത്തിലും തന്നെ എൻ്റെ കൈ ഉണ്ടാവും. സോ അണിയിച്ചൊരുക്കാനും ഒക്കെ തന്നെ ഞാൻ ആ വേദികളിൽ കാണാറുണ്ട്. കമ്മൽ മാച്ച് ചെയ്യുന്നുണ്ടോ, നമ്മുടെ കൾച്ചർ അവർ ഇട്ട് വരുമ്പോൾ വലിയ മാലയായിരിക്കും. നമ്മൾ മാലയുടെ അഡ്വർടൈസ്മെൻ്റ് അല്ല എടുക്കുന്നത്, മുമ്പാകത്ത് ബ്ലൗസ് മാത്രമായിരിക്കും കാണുന്നത്. നമുക്ക് അത്ര ഒരു സെക്സിയായ ഒരു പരിവേഷം വേണ്ടി വരുന്നില്ല. അപ്പോൾ കുറച്ച് മറച്ച് മതി എന്നേ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായി സാരി ഉടുപ്പിക്കാം, ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ എവിടെ ഉണ്ടെങ്കിലേ പറ്റൂ. മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ സാരിയെക്കുറിച്ച് വളരെ ദീർഘമായ ഒരു ഗവേഷണം, ഒരുപക്ഷെ നമ്മുടെ ഈ 4000 കൊല്ലത്തെ ചരിത്രം പറഞ്ഞു, ഏതാണ്ട് 2200ഓളം കൊല്ലത്തെ ചരിത്രം തന്നെ സുഘടിതമായ സാരി ഡിസൈനിങ്ങിനും നിർമ്മാണത്തിനുമുണ്ട്. ചൈനയുടെ ഭാവനയിൽ പട്ടുവസ്ത്രങ്ങളുടെ ഉദ്ഭവം, അത് പിന്നെ സിൽക്ക് പഥങ്ങളിലൂടെ, സിൽക്ക് റൂട്ടിലൂടെ ഏഷ്യയുടെ നാനാഭാഗങ്ങളിലേക്കും മധ്യപൗരസ്ത്യ ദേശങ്ങളിലേക്കും എത്തിയ കഥ. സാരി എന്ന ഈ വസ്ത്ര രീതിയെക്കുറിച്ച് വളരെ ആഴത്തിൽ ബീന പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, അവിടെ തന്നെ പറയുന്നുണ്ട്, സ്റ്റിച്ച് ചെയ്യാത്ത ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള വസ്ത്രം എന്നുള്ളത്. ആ പാഷൻ അവിടെയും നിന്നില്ല. 500 മീറ്റർ ദൈർഘ്യമുള്ള, 1/2 കിലോമീറ്റർ ദൈർഘ്യമുള്ള സാരി ഉണ്ടാക്കി ഗിന്നീസ് ബുക്കിലേക്ക് പോകുന്നു, ലിംക ബുക്കിലേക്ക് ഉൾപ്പെടുത്തപ്പെടുന്നു. സാരിയോട് ഇത്രമേൽ അഭിനിവേശം എന്താണ് അതിൻ്റെ? വീവിങ് ടെക്നിക്സ് പഠിക്കണം എന്നുള്ള വളരെയധികം ഒരു പ്രചോദനം ഉള്ള സമയമാണ്. അപ്പോൾ എന്തൊക്കെ ഇതിൽ പറ്റും, എന്ത് പറ്റില്ല, എന്തൊക്കെ സാധ്യമാണ് എന്നുള്ള ഗവേഷണം മനസ്സിലുള്ള സമയം. അപ്പോൾ ഇതിൻ്റെ പരമാവധി ഉച്ചകോടി എവിടം വരെ നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ള പരീക്ഷണം അന്വേഷിക്കുന്ന ഒരു മനസ്സ്. സോ അങ്ങനെ ഞാൻ എത്തിച്ചേർന്നതാണ് ഈ ഏറ്റവും ദൈർഘ്യമുള്ള സാരിയിലേക്ക്. അന്ന് സിൽക്ക് സാരിയുമായി പൊരുത്തപ്പെട്ട് വരുന്ന സമയം, സോ എന്നെ തന്നെ പ്രൂവ് ചെയ്യണം, ഞാൻ ആരാണെന്ന് തന്നെ സിൽക്ക് സാരിക്ക് മനസ്സിലാവണം എന്നുള്ളൊരു സമയം. സോ അങ്ങനെ ആണ് ഈ സിൽക്ക് സാരി ലോങ്ങസ്റ്റ് ഇതിലേക്ക് വരാൻ സാധിച്ചത്. 7.5 മീറ്ററുള്ള 1042 പല്ലവുകളുമായി അതിൽ കേരളത്തിലെ പല കലാരൂപങ്ങളും അത് ഉണ്ടായിരുന്നു. വള്ളംകളി തൊട്ട്, മഹാത്മാഗാന്ധി തൊട്ട്, മദർ തെരേസ തൊട്ട്, ദ ചാരിയറ്റ്, ക്ഷേത്രോത്സവത്തിലെ ചാരിയറ്റ് തൊട്ട് രഥം, ഇങ്ങനെ എല്ലാം, അത്തപ്പൂക്കളം തുടങ്ങി എല്ലാം തന്നെ അതിൽ ഞങ്ങൾ ചിത്രീകരിച്ചിരുന്നു. സോ അങ്ങനെ ആ പല്ലവുക്കൾക്ക് ചുവർ ചിത്രമായി പലയിടത്തു നിന്നും പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്, നെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ചുവർ ചിത്രങ്ങളായി ആ പടങ്ങൾ, ശ്രീകൃഷ്ണൻ, അങ്ങനെയൊക്കെ തന്നെ. സോ അങ്ങനെ ആ സാരിയുടെ ഒരു ഗവേഷണം. സോ പ്യുവർ സിൽക്കിൽ, പ്യുവർ ജരികയിൽ, അതിൽ ഓരോ സാരിയിലെ ബുട്ടായും തമ്മിൽ ഡിഫറൻസ് ആയിരുന്നു. ഈ 42 സാരി ഉണ്ടെങ്കിൽ അത് 42 ഡിസൈൻ ആയിരുന്നു. അങ്ങനെ സെയിം ബോർഡറും വെച്ചിട്ട് ഒറ്റയടിക്ക് ഈ 500 മീറ്ററും ഡൈ ചെയ്തെടുക്കണമായിരുന്നു യാണ്. ഇതിൻ്റെ നൂല് 500 മീറ്റർ ഒരേ ദിവസം തന്നെ പിടിച്ച് ഇതൊക്കെ ഫിസിക്കലായി ചെയ്യുന്നതാണ്, അല്ലാതെ മെഷീനറി ഒന്നും നമുക്കില്ല. അപ്പം ആ ഡൈയിങ്ങും വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു. ഇതിൻ്റെ റോളേഴ്സ്, ഇത് ചവിട്ടിയ കാലിന് നീര് വെച്ചിട്ട് പല വീവേഴ്സും ഹോസ്പിറ്റലൈസ് ആകുമായിരുന്നു. ദെൻ വി ഹാഡ് ടു ഹൈഡ്രോളിക് വീവർ ലൂമാക്കി മാറ്റേണ്ടി വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ പല ചലഞ്ചുകളും അഭിമുഖീകരിച്ചാണ് ആ ഒരു സാരി സമയത്തിനുള്ളിൽ നെയ്തെടുത്തത്. ആ സാരി ഇപ്പോൾ ഇല്ല. ഇത് ചോദിക്കാനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിവാഹ ചിലവിൻ്റെ കൂട്ടത്തിൽ കാണുന്നത് വിവാഹ സാരികൾക്കുള്ള ചിലവാണ്.
അത് എത്ര ദരിദ്രമായ കുടുംബത്തിലായാലും ഒരു നല്ല വിവാഹ സാരി. ബീന, കൗതുകത്തോടെ ഒരു ചോദ്യം. വിവാഹ സാരിയുടെ പുനരുപയോഗത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ ബീന? എത്രത്തോളം, എത്ര തവണ ഇത് ഉപയോഗിക്കുന്നു? എത്ര വർഷങ്ങൾ ഈ വിവാഹ സാരികൾ നിലനിൽക്കും? തലമുറകളുടെ വിവാഹങ്ങളിലേക്ക് ഇത് മാറ്റപ്പെടുന്നുണ്ടോ? ഞാൻ ഈയിടെ വായിച്ചു, അമിതാഭ് ബച്ചൻ്റെയോ മറ്റോ മകൻ്റെ വിവാഹവേളയിൽ വളരെ മുമ്പേയുള്ള ഒരു വിവാഹ സാരി അവിടെ മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, വധുവിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നും മറ്റും. ഈ വിവാഹ സാരികളെക്കുറിച്ച് ഒന്ന് പറഞ്ഞാലും, അതിൻ്റെ ചരിത്രം എന്നല്ല, എത്രത്തോളം അത് പുനരുപയോഗിക്കപ്പെടുന്നുണ്ട്, പുനരുപയോഗ സാധ്യത എന്താണ്, അതിൻ്റെ സംരക്ഷണത്തിന് എന്താണ് ചെയ്യേണ്ടത്? കേൾക്കുന്ന സ്ത്രീകൾക്ക് ഒരുപക്ഷെ താല്പര്യമുണ്ടാകും. പുനരുപയോഗം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായം പറയാനേ ഇല്ല. ബിക്കോസ് 3 or 6 പ്രാവശ്യം അത് ഉപയോഗിക്കാം. അടുത്തൊരു കല്യാണത്തിന്, ആദ്യം പോകുന്നൊരു കല്യാണത്തിന്, വീട്ടിലെ 1 or 2 ഫംഗ്ഷന് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല കോസ്റ്റ്ലി പട്ടാണെങ്കിൽ അത് ഒരു ആയുസോളം നിലനിൽക്കാം. സോ ഞാനിതിൻ്റെ റീയൂസബിലിറ്റി എന്നുള്ളത് എത്ര ആലോചിക്കണമെന്ന് അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. ബിക്കോസ് നവവധു അവളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തത്തിലേക്ക് ഏറ്റവും ഭംഗിയായി എങ്ങനെ അണിയിച്ചൊരുക്കി ഇറക്കാം എന്ന് രാപകലായി വിഷമിക്കുന്ന ഞാൻ എൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല സാരി ഓരോ വധുക്കളും ഉടുക്കണം എന്ന് മനഃപൂർവ്വമായി ആഗ്രഹിക്കുന്നു. അതിൻ്റെ വിലയോ കാര്യങ്ങളോ അല്ല. സോ പകിട്ടിൽ ഏറ്റവും അധികം കൂടുതലുള്ളത് ഉടുക്കണം എന്നേ എനിക്ക് ആഗ്രഹം കാണൂ. പിന്നെ ഉടുക്കുന്ന സ്ത്രീകളുടെയും നവവധുക്കളുടെയും ആവശ്യപ്രകാരം അത് ഏത് ശ്രേണിയിൽ വേണോ, അത്ര പട്ട് അത്ര ജരി വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അതിനെ ആക്കിയെടുക്കാറുണ്ട്. പക്ഷേ അവരുടെ കല്യാണ ദിവസം അടിച്ച് പൊളിച്ച് ഏറ്റവും നന്നായി ആഘോഷിക്കൂ എന്നേ എനിക്ക് പറയാനൊക്കൂ. സക്സസ് എന്ന് പറയുന്നതിനെ നിങ്ങൾ ചേസ് ചെയ്യല്ലേ, അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഒരുപക്ഷെ സാരിയുടെ ഏറ്റവും പ്രകാശമാനമായ ആധികാരികത, ഷൈനിങ് ഓത്തൻറ്റിസിറ്റി എന്നൊക്കെ പറയാവുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിൽ നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടേത് തന്നെയായിരുന്നു. അവരുടെ ഒരു വശത്ത് വെള്ളിനാരുകൾ പോലെയുള്ള മുടിഭാഗം കൃത്യമായി ക്യാമറ കണ്ണുകളിലൊക്കെ പതിയത്തക്ക രീതിയിൽ, എങ്കിലും നെറ്റിയിൽ സിന്ദൂര സ്ഥലത്ത് പൊങ്ങി നിൽക്കുന്ന ബോർഡറിൻ്റെ എല്ലാ കിരീട സൗന്ദര്യവും പ്രതിഫലിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ സാരി ധാരണം, അവിടെ നിന്ന് തൊട്ട് നമ്മുടെ ധൃതി പിടിച്ച് ജോലി ചെയ്ത് ഒരുപക്ഷെ കർഷക തൊഴിലാളി സ്ത്രീകൾ നെൽപ്പാടങ്ങളിലും മറ്റും മുട്ടോളം ഉയർത്തി സാരി ധരിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നീട് സാരി തങ്ങളുടെ ദേഹം ഏറ്റവും കൂടുതൽ മറച്ചു വെക്കാൻ ഉപയോഗപ്പെടുത്തുന്ന പാരമ്പര്യവാദികളായ വനിതകൾ, സാരി തങ്ങളുടെ അംഗസൗഷ്ഠവത്തിൻ്റെ എല്ലാ തലങ്ങളും പ്രദർശിപ്പിക്കത്തക്ക രീതിയിൽ തന്ത്രപൂർവം ധരിക്കുന്ന പുതിയ യുവതികൾ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ രംഗത്ത് ഇനി എന്തൊക്കെ മാറ്റങ്ങൾക്കാണ് സാധ്യത? നമ്മുടെ സ്ത്രീകളുടെ ആവശ്യപ്രകാരം മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പോക്ക്. സോ എന്ത് വേണോ സ്ത്രീകൾക്ക് അത് ആ രീതിയിൽ, ആ നിലയിൽ അപ്പോൾ ആലോചിച്ചപ്പോൾ അടുത്ത പടി ഞാൻ മുമ്പോട്ട് ആലോചിച്ചിട്ടുണ്ട്. അവർക്ക് നിയന്ത്രണത്തിനതീതമായി ആ ഒരു റേറ്റ് റേഞ്ചിലും ഒക്കെ എങ്ങനെ സാധനങ്ങൾ കൊടുക്കാം എന്നൊക്കെ. അപ്പോൾ വീവിങ് ടെക്നിക്സ് മാറ്റേണ്ടി വരുന്നു, ടെക്നോളജി തന്നെ മാറ്റേണ്ടി വരുന്നു. അത് 3-4 കൊല്ലത്തെ പ്രയത്നം കൊണ്ട് ഒരു ഫലവും ഇല്ലാതെ ഇപ്പോൾ 2-3-4 കൊല്ലമായി ഫലങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു. സിൽക്ക് സാരി നമ്മൾ വീവിങ് തന്നെ ടെക്നിക്ക് മാറാൻ ശ്രമിച്ചിട്ട് അതൊരു ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. അതിൽ സിൽക്ക് ബൈ സിൽക്കിയാണ്, വേറെ വീവിങ് ടെക്നിക്സ് ഏൽക്കുന്നില്ല. അതിൽ വേറെ പോളിസ്റ്റർ യാണുകൾ ചേർത്താൽ വലിഞ്ഞു പോകുന്നു, നിൽക്കുന്നില്ല. എല്ലാ ജരി ഇനങ്ങളും ഈ ട്രഡീഷണൽ അല്ലാത്ത പരമ്പരാഗതമല്ലാത്ത നെയ്ത്ത് രീതികളിലേക്ക് വേറെ ജരികകൾ കയറ്റിയാൽ ആ ജരിക അതിൽ കയറാൻ പറ്റുന്നില്ല, ജരിക എടുക്കുന്നില്ല. സോ ഇങ്ങനെ പല 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 പ്രശ്നങ്ങൾ
സ്പീഡിൽ നെയ്യുകയാണെങ്കിൽ ചെറിയ പൊട്ടിപ്പോകും. ഇങ്ങനെ പല പ്രോബ്ലംസ് വേറെ വീവിങ് ടെക്നിക്സ് അഭിമുഖീകരിക്കുന്നുണ്ട്. കൗതുകകരമായി തോന്നുന്ന ഒരു കാര്യം, ബീന ഈ സാരികളുടെ ഈ വൈവിധ്യമായ കലാ രൂപഭേദങ്ങളെക്കുറിച്ച് പറയുന്നത് ഒരു ശാസ്ത്രീയ സംഗീത പണ്ഡിതൻ രാഗവിസ്താരത്തിൻ്റെ സ്വരജതി വൈവിധ്യങ്ങളെക്കുറിച്ച് പറയുന്ന ആധികാരികമായ സൂചനയോടുകൂടിയാണ്. തീർച്ചയായും സാരി നമ്മുടെ സംസ്കൃതിയിൽ അത്രമേൽ വിലയം പ്രാപിച്ച, നമ്മുടെ സംഗീതവും സൗന്ദര്യവും നമ്മുടെ സംസ്കൃതിയും കലയും എല്ലാം ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന, എങ്കിലും ഒരു തുന്നൽ പോലും ചേരാത്ത, ഇപ്പോഴും നമുക്ക് ധൈര്യമായി എടുത്ത് ധരിക്കാവുന്ന വസ്ത്രം. എത്യോപ്യൻ വനിതകൾ സാരി ധരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് മുട്ടിന് മേലെ കൂടുതൽ ഭാഗവും തലയൊക്കെ പിന്നെ ഇതായിട്ട്, അങ്ങനെ സാരിയുടെ വ്യത്യസ്തമായ രീതികൾ എങ്ങനെ സ്ത്രീ സൗന്ദര്യത്തെ കച്ചവടവൽക്കരിക്കാം എന്ന് മലയാള സിനിമയിലെ സൂത്രശാലികളായ നിർമ്മാതാക്കൾ ആദ്യമൊക്കെ ശ്രമിച്ചത് സാരി ഉയർത്തി നടിമാരെ ധരിപ്പിക്കുന്നതിലൂടെയായിരുന്നു. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ശീമാട്ടിയിൽ നിന്ന്, ബീന കണ്ണനിൽ നിന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാരി അല്ലെങ്കിൽ ഒരു ശൃംഖല ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങൾ തന്നെ പലതും കഴിഞ്ഞല്ലോ, വെർട്ടിക്കൽസ്. ഇപ്പം നീളത്തിൽ മൾട്ടി കളറുള്ള സാരികൾ ഞങ്ങൾ വീവ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. ഏറ്റവും അവസാനത്തേതാണ്. സോ അത് വളരെ നന്നായി പോയിട്ടുണ്ട്. സോ അതിനെ ഇപ്പോൾ വളരെ എല്ലാ റേഞ്ചിലേക്കും അത് വ്യാപിച്ച് വന്നിട്ടുണ്ട്. മൾട്ടി കളേഴ്സ് ആൻഡ് വെർട്ടിക്കൽ ഡിസൈൻസ് വർ ദ ലാസ്റ്റ് ട്രെൻഡ്. സോ എക്കാലവും ഇപ്പോൾ കല്യാണ സാരിയിൽ ലൈറ്റ് കളേഴ്സ്, വളരെയധികം ഡൾ പേസ്റ്റൽ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. സോ ഇങ്ങനെ പല ശ്രേണികളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആൽബം കളക്ഷൻസ് ഇതൊക്കെ ആദ്യമായി കൊണ്ടുവന്നത് തന്നെ ഞങ്ങളാണ്. ശീമാട്ടിയാണ് ഈ ജൂട്ട് വീവിങ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. അത് കഴിഞ്ഞ് അത് പല വ്യത്യസ്ത പേരുകളിലും പലരും കോപ്പി ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തിലാണ് കേരളീയ വനിതാ സമൂഹത്തോട്, പെൺകുട്ടികളോട്, യുവതികളോട് എന്താണ് ബീന കണ്ണൻ്റെ സന്ദേശം? ഇപ്പോൾ എല്ലാവർക്കും വിജയം ഒരു ബോളായിട്ട് കയ്യിൽ കിട്ടണം, കളിക്കാൻ അത് പെട്ടെന്ന് കയ്യിൽ കിട്ടണം. സോ എല്ലാവർക്കും എന്തൊക്കെയുണ്ടോ നാളെ 1+1 2 അവർക്ക് ആദ്യമേ പറഞ്ഞു കൊടുക്കണം, എങ്കിലേ ജീവിതത്തിലേക്ക് കടക്കൂ. അങ്ങനെയാണെങ്കിലേ അവർ തൊഴിൽ വരെ പോവുള്ളൂ. സോ സക്സസ് എന്ന് പറയുന്നതിനെ നിങ്ങൾ ചേസ് ചെയ്യല്ലേ, അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യുക, സന്തോഷത്തോടു കൂടിയും തൃപ്തിയോടു കൂടിയും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. ബാക്കിയുള്ളത് തനിയെ ഭവിക്കും. സക്സസ് നിങ്ങളെ തേടി തന്നെ വരും. ഒരിക്കലും ഒന്നും കണ്ട് പേടിക്കാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുക. സക്സസ് വിൽ റീച്ച് യു ആൻഡ് ഡോണ്ട് ചേസ് സക്സസ്. വെല്ലുവിളികളിലൂടെയും വേദനകളിലൂടെയുമുള്ള പ്രയാണം വിജയത്തിലേക്ക് തുടരുന്ന ബീനയുടെ വാക്കുകൾ കേട്ടപ്പോൾ 2 വരികളാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇടിമുഴങ്ങട്ടെ മിന്നട്ടെ കൊള്ളിയാൻ ഇടവിടാതടിക്കട്ടെ ചെണ്ടാനിലൻ എന്ന് പറയുന്ന കവിമനസ്സിൻ്റെ സാഹസികമായ ഉന്മേഷം അത് എപ്പോഴും ബീനയിൽ ഉണ്ടാകട്ടെ. വരുന്ന ദശകങ്ങൾ സ്വന്തം സ്ഥാപനത്തെയും പ്രത്യേകിച്ച് നമ്മുടെ വിശാല സ്ത്രീ സമൂഹത്തെയും പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന പുതിയ ഭാവുകത്വപരമായ ആഭിമുഖ്യങ്ങൾ ബീനയുടെ ഭാഗത്ത് ഉണ്ടാകാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ. വന്നതിന് നന്ദി. നമസ്കാരം. നമസ്കാരം.